കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2023 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 10ാമത്തെയും 17ാമത്തെ ക്വസ്റ്റ്യനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ ബാഗ് കണ്ടെയ്ൻസ് 500 balls ഓഫ് വിച്ച് 40 ആർ ഡിഫക്റ്റീവ്. Find the probability that bolt selected at random was not defective. ഓക്കെ, നോട്ട് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം 500 ബോൾട്ടാണുള്ളത്, അതിൽ 40 ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ് എത്രയാണ് കിട്ടുന്നത്? 40 ആണ്. അപ്പോൾ 40/500 എന്ന് വരും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 40/500 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നോട്ട് ഡിഫക്റ്റീവ് എത്രയായിരിക്കും? 500ൽ നിന്നും 40 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 460 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 460/500 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് നമ്പേഴ്സ് 1 to 150, 1 മുതൽ 150 വരെയുള്ള നമ്പേഴ്സിൽ 1 നമ്പർ ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഒരു നമ്പറിനെ സെലക്ട് ചെയ്യാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 or 5? അതായത് ആ സെലക്ട് ചെയ്ത നമ്പർ ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ 5 ആകാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 or 5 എന്ന് പറയുമ്പോൾ, ഇവിടെ ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എ യൂണിയൻ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓറാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എ യൂണിയൻ ബി കണ്ടെത്തണം. ഓക്കെ, എ അല്ലെങ്കിൽ ബി കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിവിസിബിൾ ബൈ 3 എന്നതിനെ എ ആയിട്ട് എടുക്കുന്നു, അതേപോലെ ഗെറ്റിംഗ് ഡിവിസിബിൾ ബൈ 5നെ നമ്മൾ ബി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ എന്ന് പറയുന്നത് 50/150 എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടിയത്? അതായത് ഡിവിസിബിൾ ബൈ 3 ആണ് എ എന്ന് പറയുന്നത്, അതായത് 150 ആണ് നമ്മുടെ ടോട്ടൽ വരുന്നത്, 1 to 150 ആണ് നമ്മുടെ നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഈ 150 എന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിവിസിബിൾ ബൈ 3 50 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിവിസിബിൾ ബൈ 5 വരുന്നത് എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിവിസിബിൾ ബൈ 5 വരുന്നത് നമ്മൾ ജസ്റ്റ് 150/5 കണ്ടെത്തുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 30/150 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കിട്ടി, പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ട എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി കിട്ടണം. കാരണം എന്താണ്? അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ ഇൻറ്റർസെക്ഷൻ ബി കൂടെ കണ്ടെത്തണം. എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്തരം നമ്പറിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുക? എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ നമ്പറുകൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. 15, 30, 45, 60, 75, 90, 105, 120, 135, 150 ഇത്രയും നമ്പറുകൾ നമുക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 1 മുതൽ 150 വരെയുള്ള നമ്പറുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പർ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ടോട്ടൽ എത്രയാണ്? 10 ആണ് വരുന്നത്. അതാണ് 10/150 എന്ന് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടെത്തണം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 50/150, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 30/150 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? 10/150 എന്ന് വരും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ വരുന്ന 50 അതേപോലെ 30 ആഡ് ചെയ്യുക, അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? 10 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 70 എന്ന് കിട്ടും. 70/150 എന്ന് ആൻസർ കിട്ടും. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്